ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, സഹോദരങ്ങളെ, ബാഖവി മജ്ലിസുൽ ഉലമ സംഘടിപ്പിക്കുന്ന മഹത്തായ പണ്ഡിത സംഗമവും ദേശീയ ഫിഖ് കോൺഫറൻസിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് അവസരം തന്ന ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിരിയാനും അകലാനും എന്തൊക്കെ വഴിയുണ്ടെന്ന് ആളുകൾ അന്വേഷിക്കുന്ന കാലത്ത് ഒന്നിച്ച് മുന്നേറാനും പ്രവർത്തിക്കാനും എന്ത് മാർഗമുണ്ട് എന്ന് അന്വേഷിക്കുന്നത് വലിയ കാര്യമാണ്. ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നതും അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതും. അല്ലാഹു തആല ഇതുപോലുള്ള ഒന്നായി നന്നായി മുന്നേറുന്ന കൂട്ടായ്മകളും സംഗമങ്ങളും അല്ലാഹു തആല മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നസീബാക്കുമാറാകട്ടെ. അധികം ആമുഖങ്ങൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാതെ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് നേരെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മസ്തിഷ്ക മരണത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. മരണം എല്ലാ മതക്കാരും എല്ലാ വിഭാഗക്കാരും എല്ലാ പ്രത്യയശാസ്ത്രക്കാരും ഒക്കെ അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. മരണത്തിൻ്റെ അടയാളങ്ങളായിട്ട് മനുഷ്യൻ മനസ്സിലാക്കുന്ന, കാലങ്ങളായിട്ട് മനസ്സിലാക്കുന്ന പല സംഗതികളുമുണ്ട്. ആ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച കാരണം മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ചില പ്രവർത്തനങ്ങളും മനുഷ്യ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളെയും കുറിച്ച്, മരണം എവിടെ നിന്നാണ്, മരണത്തെയും ജീവിതത്തെയും എങ്ങനെയാണ് വേർതിരിക്കുക എന്ന കാര്യത്തിൽ ചില സാഹചര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടായ സാഹചര്യമുണ്ടായിട്ടുണ്ട്. ആ സംശയം വെറും ഇസ്ലാമിക പണ്ഡിതന്മാരെ മാത്രമല്ല ബാധിക്കുക, അത് വൈദ്യശാസ്ത്രത്തിന് പതിറ്റാണ്ടുകളുടെ ഒരു തലവേദനയായിരുന്നു. നിയമവിദഗ്ധർക്ക്, രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നവർ, നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർക്കാകട്ടെ പല ഫിഖ്ഹിൻ്റെ പല അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഈ വിഷയം സങ്കീർണമാകുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഒരു വ്യക്തിയുടെ മരണസമയം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനന്തരാവകാശത്തിൻ്റെ പല നിയമങ്ങളും മാറിമറിയും. ഉദാഹരണത്തിന്, കുറേ പേർ ഒരു അപകടത്തിൽപ്പെടുകയും മരണപ്പെട്ടു പോവുകയും അതിൽ ആരാണ് ആദ്യം മരിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനന്തരാവകാശം വീതിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇത് വളരെ ഗുരുതരമായൊരു വിഷയമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മുന്നിലേക്ക് വരും. അതുപോലെ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് യാന്ത്രികമായിട്ട് ഹൃദയത്തിൻ്റെ മിടിപ്പും രക്തസഞ്ചാരവുമൊക്കെ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം വന്നാൽ ഉപയോഗശൂന്യമായ ആ ഒരു ചികിത്സാ രീതി തുടരേണ്ടതുണ്ടോ? വളരെ ചിലവേറിയ ഒരു ഉപയോഗവുമില്ലാത്ത ആ ചികിത്സാ രീതി തുടരേണ്ടതുണ്ടോ? അതത് നിർത്തിക്കളയാൻ അനുവാദമുണ്ടോ? അങ്ങനെ നിർത്തിക്കളയുമ്പോൾ ഇയാളുടെ മരണത്തിന് കാരണക്കാരനായി ഗണിക്കുമോ? തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ വിഷയം ഗുരുതരമായി വരുന്നത്. ആദ്യമായിട്ട് ഈ ഒരു വിഷയം ഉത്ഭവിക്കാനുണ്ടായ സാഹചര്യം 1960കളിലും അതിനുശേഷവും കോമയിലേക്ക്, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അബോധാവസ്ഥയിലേക്ക് പോകുന്ന ആളുകൾ, അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചാലും ഹൃദയത്തിൻ്റെ മിടിപ്പും രക്തസഞ്ചാരവും അതിനു പുറമെ ആന്തരികമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു കണ്ടെത്തലോടുകൂടെയാണ് മരണത്തിൻ്റെ നിർവചനം ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുക എന്ന് നിർണയിച്ചതിൽ നിന്നും ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലക്കുകയോ ചെയ്യണം എന്നാക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് വൈദ്യശാസ്ത്ര മേഖലയിലുള്ള വിദഗ്ധർ ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഫുഖഹാക്കളും ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഉമ്മിലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മജ്മൂഇലും തുടങ്ങിയ എല്ലാ പണ്ഡിതന്മാരും, അതിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി
മജ്മൂഇൽ പറഞ്ഞു, വദക്കറ ഷാഫിഈ വൽ അസ്ഹാബു ലിൽ മൗതി അലാമാത്തിൻ. ഇമാം ഷാഫിഈയും അസ്ഹാബും മരണത്തിന് ധാരാളം അടയാളങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വസാദൽ അസ്ഹാബു കഥ വ കഥ, അസ്ഹാബ് ഇന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വസാദ കഥ വ കഥ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല അടയാളങ്ങളും വിവരിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിച്ച ഈ വാക്ക് വദക്കറ ഷാഫിഈ വൽ അസ്ഹാബു ലിൽ മൗതി അലാമാത്തിൻ, മരണത്തിന് ധാരാളം അലാമാത്തുകൾ, അടയാളങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അല്ലാതെ മരണത്തിൻ്റെ നിർവചനങ്ങളായിട്ടോ മരണത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ടോ അല്ല ആ സംഗതികളെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, മറിച്ച് മരണത്തിൻ്റെ അടയാളമായിട്ടാണ്. യഥാർത്ഥ മരണം റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതാണ്. റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പല അടയാളങ്ങളുമുണ്ട്. അങ്ങനെ 9ഓളം അടയാളങ്ങൾ അല്ലെങ്കിൽ 10 അടയാളങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ മജ്മൂഇൽ തുടങ്ങി താഴേക്ക് എല്ലാ കിതാബുകളിലും രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുക, അതേപോലെ തന്നെ ശരീരത്തിന് തണുപ്പുണ്ടാവുക, കാൽപാദങ്ങൾ തമ്മിൽ അകന്നു പോവുക, പിന്നെ മുഖത്തിൻ്റെ തൊലിയിലും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വരുന്ന ചില മാറ്റങ്ങൾ, ഇതിനെയെല്ലാം പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് മരണത്തിൻ്റെ അലാമത്തുകളായിട്ടാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ പറഞ്ഞു, വയഇസ്സു ഇദ്റാകുൽ മൗത്തിൽ ഹഖീഖി ബിഹി ഇല്ലാ അലാ അഫാദിലിൽ അതിബ്ബ. ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് യഥാർത്ഥ മരണം സംഭവിച്ചോ ഇല്ലേ എന്ന് സ്ഥിരീകരിക്കുക വിദഗ്ധരായ ഡോക്ടർമാർക്കൊഴികെ പലപ്പോഴും പ്രയാസകരമായിട്ട് മാറും. ഇയാനത്തു താലിബീനിലും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ പ്രസ്താവന ഉദ്ധരിക്കുകയും അലാമാത്തുകളാണ് ഈ വിവരിക്കപ്പെട്ടതെന്ന് അദ്ദേഹവും വ്യക്തമാക്കുകയും അലാമാത്തുകൾ പലപ്പോഴും സംശയം ദൂരീകരിക്കുന്നതിന് പര്യാപ്തമാവുകയില്ല എന്നും വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മരണത്തിൻ്റെ അടയാളങ്ങൾ അവർ വിശദീകരിച്ചു. മരണത്തിൻ്റെ യാഥാർത്ഥ്യം റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകലാണ്. ആ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ അടയാളങ്ങളായിട്ടാണ് ഈ പറയുന്ന സംഗതികളെ വിവരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഫുഖഹാക്കളെ സംബന്ധിച്ചും ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ 971 ഫിൻലാൻഡിൽ, ശേഷം അമേരിക്കയിൽ, പല രാജ്യങ്ങളിലും വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധർ തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചാൽ യാന്ത്രികമായിട്ടുള്ള ഹൃദയത്തിൻ്റെ മിടിപ്പ് കാലങ്ങളോളം യന്ത്രത്തിൻ്റെ സഹായങ്ങളോടുകൂടെ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും. അതിന് വെജിറ്റേറ്റീവ് ഫോം ഓഫ് ലൈഫ് എന്നല്ല, അതിനേക്കാൾ ചെടികളുടെ ഒരു ജീവൻ പോലെ എന്നല്ല, അതിനേക്കാൾ കുറഞ്ഞ വെറും യാന്ത്രികമായ ചലനമായിട്ട് കണ്ടാൽ മതിയെന്നും മസ്തിഷ്കം പൂർണ്ണമായിട്ടും നിലച്ചു കഴിഞ്ഞാൽ അതിനെ മരണമായി കണക്കാക്കാൻ സാധിക്കുമെന്നും വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധർ വിധിയെഴുതി. അതിൽ മനസ്സിലാക്കേണ്ട പല സംഗതികളുണ്ട്. വെന്റിലേഷൻ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ്, വെന്റിലേഷനിലാണ്. വെന്റിലേഷൻ അജ്ഹിസത്തുൽ ഇൻആഷ്, ജീവൻ സഹായിക്കാൻ നിലനിൽക്കുന്ന ഉപകരണങ്ങളുടെ വിധി എന്നതിൻ്റെ കീഴിലാണ് ഫുഖഹാക്കൾ, ഈ ആധുനിക ഫുഖഹാക്കൾ ഈ നിയമത്തെ വിശദീകരിക്കുക. അപ്പോൾ ജീവൻ നിലനിൽക്കാൻ സഹായിക്കുന്ന അനേകം ഉപകരണങ്ങളുണ്ട്. വളരെ സാധാരണ ഉപകരണങ്ങൾ മുതൽ വളരെ ആധുനികമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ വരെ. ആ ഉപകരണങ്ങളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ആവശ്യമില്ല, ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ഒന്ന്, ആംബു ബാഗ് എന്ന് പറയുന്ന സാധാരണ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നൊരു സാധനമുണ്ട്, ആർട്ടിഫിഷ്യൽ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ്. കൃത്രിമമായിട്ട് യന്ത്രമൊന്നുമല്ലാതെ മനുഷ്യർക്ക് സാധാരണ വായു ഉള്ളിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണം. യാന്ത്രികമായ പ്രവർത്തനങ്ങളൊന്നും അതിലില്ല. അത് സാധാരണ ആംബുലൻസുകളിൽ പോലും ചെറിയ ക്ലിനിക്കുകളിൽ പോലും സൂക്ഷിക്കും. ഒരാൾക്ക് ശ്വാസതടസ്സം നേരിട്ടാൽ ശ്വാസതടസ്സം സന്തുലിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ, വളരെ ലഘുവായ ഒരു ഉപകരണം, ആംബു ബാഗ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി വെന്റിലേഷൻ്റെ പല ഉപകരണങ്ങൾ. ഇപ്പം നമുക്കറിയാം, നമ്മൾ മുറിയിൽ വായു സഞ്ചാരത്തിന് വേണ്ടി കൊടുക്കുന്ന എയർ പാസേജ്, അതിന് നമ്മൾ വെന്റിലേഷൻ എന്നാണ് പറയാം. ശുദ്ധമായ വായു അകത്തേക്ക് വരാനുള്ളൊരു വഴി. ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും വെന്റിലേഷൻ്റെ ഉപകരണങ്ങൾ തന്നെയാണ്. അപ്പം അത് നമ്മളുടെ ചർച്ചാ വിഷയമല്ല. തലച്ചോറാണ് ശ്വാസകോശത്തെ നിയന്ത്രിക്കുന്നത്. തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത്. ആ തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ മർമ്മപ്രധാനമായ ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഭാഗം, ജദ്ഉദ് ദിമാഗ്, അത് നിലച്ചു കഴിഞ്ഞാൽ, തലച്ചോറിൻ്റെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തലച്ചോറിൻ്റെ പ്രവർത്തനം എന്നേക്കുമായി നിലച്ചാൽ, അതിനുശേഷം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സന്തുലിതമാക്കാൻ, രക്തത്തെ സഞ്ചാരയോഗ്യമാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളിൽ ഒരു മനുഷ്യനെ യാന്ത്രികമായിട്ട് മാത്രം വെച്ചാൽ
അതിനെ ജീവനുമായിട്ട് കണക്കാക്കുമോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. നമുക്കറിയാം, പല ഉപകരണങ്ങളും കാലം കഴിയുന്തോറും പല പുതിയ ഉപകരണങ്ങളും, പേസ് മേക്കറുകൾ, ഹൃദയത്തിൻ്റെ മിടിപ്പിനെ സന്തുലിതമാക്കാൻ ഉപയോഗിക്കുന്ന പേസ് മേക്കറുകൾ, പിന്നെ പല തരത്തിലുള്ള ശ്വാസോച്ഛ്വാസ സഹായികൾ, അതിൽ തന്നെ ടെക്നോളജികൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ഘടിപ്പിക്കുന്നതിലും പ്രവർത്തനത്തെ നീട്ടിക്കൊണ്ടുപോകുന്നതിലും ചില ഉപകരണങ്ങളൊക്കെ ഉള്ളിൽ ചെറിയ ആകാരത്തിലുള്ളത് ഉള്ളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പതിറ്റാണ്ടുകൾ പ്രവർത്തിക്കാൻ മാത്രം പവർ ബാക്കപ്പുള്ള, ബാറ്ററി പവറുള്ള പേസ് മേക്കറുകളുണ്ട്. അപ്പം അതിൽ ആ ശരീരത്തിൻ്റെ പ്രവർത്തനം തലച്ചോറിൻ്റെ തന്നെ നിയന്ത്രണത്തോടുകൂടെ തലച്ചോറിൻ്റെ ചെറിയൊരു പ്രതികരണമെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങളെ പറ്റിയല്ല ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം. തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചു പോയാൽ, അവിടെയാണ് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇർറിവേഴ്സിബിൾ സെസേഷൻ ഓഫ് ബ്രെയിൻ. തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം, അസാധ്യമാകുന്ന വിധം പൂർണ്ണമായിട്ടും നിലക്കുക. ഈ വൈദ്യശാസ്ത്രത്തിൽ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ നിയമം വിവരിക്കുമ്പം പണ്ഡിതന്മാരും ഈ ഒരു വാചകം വളരെ പ്രാധാന്യത്തോടുകൂടി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം പലപ്പോഴും മസ്തിഷ്കം താൽക്കാലികമായൊരു സ്തംഭനത്തിന് പാത്രമാകുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് പലരും കരുതുന്നു. എന്നാൽ രോഗി തിരിച്ചു വരുന്നു. അപ്പം അതല്ല, തിരിച്ചു വരാൻ സാധിക്കാത്ത വിധത്തിൽ തലച്ചോറിൻ്റെ കോശങ്ങൾ നശിച്ചു പോവുകയും ബ്രെയിൻ സ്റ്റെം പൂർണ്ണമായിട്ടും പ്രവർത്തനം നിർത്തുകയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ബ്രെയിനുമായി ബന്ധിതമല്ലാതാവുകയും ചെയ്താൽ ആ ഒരു സാഹചര്യം ഇർറിവേഴ്സിബിൾ സെസേഷൻ, ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം പൂർണ്ണമായിട്ടും അവസാനിച്ചു പോകുന്നതിനെ കുറിച്ചാണ്. തവഖുഫൻ നിഹായിയൻ ഹൈസു ലാ റജഅത ഫീഹി, ഒരിക്കലും തിരിച്ചു വരാൻ. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി പല തരത്തിലുള്ള പരിശോധനകളുണ്ട്. നമ്മൾ ഉപകരണങ്ങളെ പറ്റി പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വളരെ സാധാരണ പരിശോധനകൾ മുതൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പരിശോധനകൾ വരെ തലച്ചോറിൻ്റെ പ്രവർത്തനം എത്രത്തോളം നടക്കുന്നു എന്നറിയാൻ സാധാരണ മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാർ നടക്കുന്ന സമയത്ത് പല തരത്തിലുള്ള രോഗികൾ അവിടെ ഉണ്ടാകും. തളർന്നു പോയവർ, പെട്ടെന്ന് വീണു പോയവർ, ഒരു സൈഡ് പെട്ടെന്ന് അനങ്ങുന്നില്ല. ഡോക്ടർമാരുടെ കയ്യിൽ ചില സ്പൂണ് പോലെ അറ്റം മൂർച്ചയുള്ളതിൽ അറ്റം കൂർത്ത സ്റ്റീലിൻ്റെ ഒരു സ്റ്റിക്ക് ചിലപ്പം കാണാൻ സാധിക്കും. അതുകൊണ്ട് രോഗിയുടെ കാലിൽ വെറുതെ ഒന്ന് വരക്കും, കാൽ വെള്ളയിൽ. അപ്പോൾ ഈ ഒരു വര വരക്കുന്നത് ശരീരത്തിൻ്റെ പ്രതികരണം, തലച്ചോർ എത്രത്തോളം പ്രതികരിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സ്പർശനം അറിയുന്നത്, ചൂടറിയുന്നത്, തണുപ്പറിയുന്നത്, രുചി അറിയുന്നത്, വെളിച്ചം വരുമ്പം കണ്ണ് ചിമ്മിപ്പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പർശനം അറിയുന്ന ഭാഗങ്ങളാണ് കൈവെള്ളയും കാൽവെള്ളയും ഒക്കെ. അപ്പോൾ കാൽവെള്ളയിൽ ഇങ്ങനൊരു വര വരക്കുമ്പം നല്ല സെൻസുള്ള, പെട്ടെന്ന് തന്നെ ഇന്ദ്രിയങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന, നന്നായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ അറിയാതെ കാല് വലിച്ചു പോകും. നല്ലൊരു തളർവാദം ബാധിച്ച ആളാണെങ്കിലും ചെറിയൊരു റെസ്പോൺസ് ആ കാലിലുണ്ടെങ്കിൽ, പ്രതികരണ ശേഷി തലച്ചോറും കാലും തമ്മിലൊരു ബന്ധമുണ്ടെങ്കിൽ അറിയാതെ കാലൊന്ന് ചലിച്ചു പോകും. ഇത് പരിശോധിക്കാനുള്ള വളരെ ആദ്യ പടിയായിട്ടുള്ള പരിശോധനകളാണ് ഇത്തരത്തിൽ ചെറിയ വേദനകളും അറിയാവുന്ന ചെറിയ ടെസ്റ്റുകളൊക്കെ. അതേപോലെ തന്നെ കൃഷ്ണമണിക്ക് മുമ്പിൽ ചെറിയ പ്രകാശം കാണിച്ചിട്ട് കൃഷ്ണമണി ചലിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കും. അങ്ങനെ സിമ്പിളായിട്ടുള്ള പരിശോധനകൾ മുതൽ വളരെ സങ്കീർണമായിട്ടുള്ള പരിശോധനകൾ വരെ, നമ്മൾ ഈ സാധാരണ സ്കാൻ, എക്സ്റേ എന്നൊക്കെ പറയുന്നത് പോലെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ, തലച്ചോറിൽ നിന്നും സന്ദേശങ്ങൾ വരുന്നുണ്ടോ ഇല്ലേ എന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് പരിശോധിക്കുന്ന EEG, ഇലക്ട്രോ ഫിസിയോളജിക്കൽ ടെസ്റ്റാണത് തലച്ചോറിൻ്റെ. സാധാരണ സ്പൂണ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് കാൽവെള്ളയിൽ വരക്കുന്നത് മുതൽ EEG ടെസ്റ്റ് വരെ പല തരത്തിലുള്ള ടെസ്റ്റുകൾ, സ്പർശനം അറിയുന്നുണ്ടോ, വേദന അറിയുന്നുണ്ടോ, തലച്ചോറിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെ മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന തരംഗങ്ങൾ വരുന്നുണ്ടോ ഇല്ലേ എന്ന് പല തരത്തിലുള്ള പരിശോധനകൾ നടത്തി തലച്ചോറിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ ഇല്ലേ, അല്പമെങ്കിലും ജീവൻ അതിൽ അവശേഷിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് നോക്കാൻ അനേകം തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞിട്ടാണ്, അതിൽ തന്നെ പല ടെസ്റ്റുകളും അന്തിമമായ വിദ്യയായിട്ട് ഡോക്ടർമാർ കാണുന്നില്ല, മറിച്ച് സപ്പോർട്ടിംഗ് ടെസ്റ്റായിട്ടാണ്, ഉപോത്ബലകമായിട്ടുള്ള ഒരു ടെസ്റ്റ്. അങ്ങനെ പല ടെസ്റ്റുകളും നടത്തിയിട്ടാണ് ഈ നിഗമനത്തിലേക്ക് അവരെത്തുക. അതിൽ തന്നെ സൂക്ഷ്മത കുറവ് കൊണ്ട് പല അബദ്ധങ്ങളും സംഭവിക്കും. നമ്മുടെ തലച്ചോറിന് സാധാരണ താൽക്കാലികമായ ഒരു സ്തംഭനം സംഭവിച്ചേക്കാം, പിന്നീട് രോഗി തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം മസ്തിഷ്ക മരണം പ്രഖ്യാപിക്കാൻ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ പറയുന്ന പല രാജ്യങ്ങളിലും നൽകിയിട്ടുണ്ട്. യാല സ്കൂൾ ഓഫ് മെഡിസിൻ അമേരിക്കയിലുള്ള ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, വൈദ്യശാസ്ത്ര സ്ഥാപനമാണ്. അവിടെയുള്ള ഡോക്ടർമാർ അമേരിക്കയിലുള്ള 500-ലധികം ഹോസ്പിറ്റലുകളിൽ പരിശോധന നടത്തിയിട്ട്
ഈ വർഷം ആദ്യം ജനുവരി മാസത്തിൽ അവർ റിപ്പോർട്ട് കൊടുത്തു, പല ഹോസ്പിറ്റലുകളിലും മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നത് സൂക്ഷ്മമായ രീതിയിലല്ല. അപ്പം അമേരിക്കയിലുള്ള സ്ഥിതിയാണ് 40 കൊല്ലം പഴക്കമുള്ളൊരു വിഷയമായിട്ടും പല രീതിയിലുള്ള ആധുനികമായ സൂക്ഷ്മമായ ടെസ്റ്റുകളൊക്കെ നിലവിൽ വന്നിട്ടും ഈ വർഷം ആരംഭത്തിൽ 500 ഹോസ്പിറ്റലുകളിൽ നടത്തിയ പരിശോധനയുടെ ഫലമായിട്ട് യാല സ്കൂൾ ഓഫ് മെഡിസിനിലെ ഡോക്ടർ ഡേവിഡ് ഗീർ അടക്കമുള്ള ഡോക്ടർമാർ കൊടുത്ത റിപ്പോർട്ടാണ് മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും പല ഹോസ്പിറ്റലുകളിലും വേണ്ട ഏർപ്പാടുകൾ സൂക്ഷ്മത പാലിക്കുന്നില്ലെന്നുള്ളത്. ഡോക്ടർ മുഹമ്മദ് അലി അൽബാർ അറബ് ലോകത്തുള്ള ഫിഖ്ഹിലും ശരീഅത്തിലും വൈദ്യശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ. എന്നാൽ ഫുഖഹാക്കളോടൊപ്പമുള്ള സഹവാസം കാരണം അദ്ദേഹത്തിൻ്റെ വായന കാരണം ഫിഖ്ഹിൽ ചെറിയ അവഗാഹമുള്ള വ്യക്തിയാണ് മുഹമ്മദ് അലി അൽബാർ. അദ്ദേഹം 1985 OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് മുനല്ലമത്തുൽ മുഅ്തമറുൽ ഇസ്ലാമി അവരുടെ കീഴിലുള്ള ലോകത്തെ ഏറ്റവും ആധികാരികമായ സുന്നി സലഫി ലോകത്തുള്ള വലിയ പണ്ഡിതന്മാർ ഒന്നിച്ച് ഫിഖ്ഹിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുനല്ലമത്തുൽ മുഅ്തമറുൽ ഇസ്ലാമിയുടെ കീഴിലുള്ള മജ്മുഅ അൽ ഫിഖ്ഹിൽ ഇസ്ലാമി അവർ 1985 അവരുടെ 2ാം വാർഷിക സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ചൊരു പ്രബന്ധമുണ്ട്. അതിൽ അദ്ദേഹം രസകരമായൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. 1980 ഒക്ടോബറിൽ BBC വന്നൊരു പരിപാടി, ഒരു പെൺകുട്ടിക്ക് മസ്തിഷ്ക മരണം നടന്നതായിട്ട് ഡോക്ടർമാർ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ വാർത്ത പരന്നു, നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഈ സംഭവം ചാനലിൽ വന്നിട്ട് പറയുകയും ചെയ്യാണ്. ഇപ്പോൾ സൂക്ഷ്മത കുറവ് ആവശ്യത്തിന് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മസ്തിഷ്ക മരണം പ്രഖ്യാപിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് വൈദ്യശാസ്ത്ര ലോകത്ത് തന്നെ ആവശ്യമുയർന്നിട്ടുണ്ട്. അങ്ങനെ ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മസ്തിഷ്ക മരണം സംഭവിച്ചു, മസ്തിഷ്കത്തിൻ്റെ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞു, ഇനി ഒരിക്കലും ബ്രെയിൻ സ്റ്റെം എന്നല്ല ബ്രെയിനിൽ ഒരു ഭാഗവും ചെറിയൊരു ചലനത്തിലേക്ക് പോലും തിരിച്ചു വരികയില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ മരണമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ സെമിനാർ അടക്കം അനേകം സെമിനാറുകൾ ഇസ്ലാമിക പണ്ഡിത ലോകത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 1985 നടന്ന വളരെ പ്രധാനപ്പെട്ട സെമിനാറിൽ മജ്മുഅ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി ജിദ്ദ ആസ്ഥാന 2 ഫിഖ് അക്കാഡമികളുണ്ട് ലോകപ്രസിദ്ധമായത്. ഒന്ന് മുസ്ലിം വേൾഡ് ലീഗിന് കീഴിലുള്ള മക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഫിഖ് അക്കാഡമിയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജിദ്ദ ആസ്ഥാനമായിട്ടുള്ള ഇസ്ലാമിക് ഫിഖ് അക്കാഡമിയും. ഈ ജിദ്ദ ആസ്ഥാനമായിട്ടുള്ള ഇസ്ലാമിക് ഫിഖ് അക്കാഡമി മുസ്ലിം വേൾഡ് ലീഗിന് കീഴിലുള്ള മക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഫിഖ് അക്കാഡമിയേക്കാൾ കൂടുതൽ ഫിഖ്ഹി ലോകത്ത് ആധികാരികത ഉള്ളതും ഫിഖ്ഹിൽ അവഗാഹമുള്ള അന്തർദേശീയ പണ്ഡിതന്മാർ, പല ആശയങ്ങളിലുള്ളവർ, സുന്നി ലോകത്ത് തന്നെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉന്നതരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥാപനവും വളരെയേറെ ഉദ്ധരിക്കപ്പെടുന്നൊരു സ്ഥാപനവുമാണ്. അവർ 1985 ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുകയും അന്നത്തെ തുണീഷ്യൻ ഗ്രാൻഡ് മുഫ്തി മുഹമ്മദ് മുഖ്തർ അസ്സലാമി റഹിമഹുല്ല അദ്ദേഹം വിശദമായ പ്രബന്ധം അവതരിപ്പിച്ചു. മുഹമ്മദ് അലി അൽബാർ ഈ വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. പല വൈദ്യശാസ്ത്ര സ്ഥാപനങ്ങളുടെയും അക്കാഡമികളുടെയും പേപ്പറുകൾ അവരുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് അവർ ഈ വിഷയത്തിൽ തീരുമാനം പറയാതെ വിശദമായൊരു ചർച്ചയ്ക്ക് വേണ്ടി 1986 നടക്കുന്ന സെമിനാറിലേക്ക് ഈ വിഷയത്തെ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് അവിടെ പ്രഗത്ഭരായ മുസ്ലിം ലോകത്തെ തുണീഷ്യൻ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള പല പണ്ഡിതന്മാരും പല പ്രമുഖരായ പണ്ഡിതന്മാർ, അയൽരാജ്യത്തെ മുഫ്തി തഖി ഉസ്മാനി, സിറിയയിലുള്ള മുഹമ്മദ് സഈദ് റമദാൻ അൽ ബൂത്തി തുടങ്ങിയ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന പല പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗമാണ്. അതിൽ പ്രധാനമായിട്ടും അവർ മുന്നിൽ വെച്ചൊരു സംഗതി, ഒന്നാമത്തെ കാര്യം, പണ്ഡിതന്മാർ ഈ അടയാളങ്ങളൊക്കെ വിവരിച്ചത് അലാമത്തായിട്ടാണ്, ഹഖീഖത്തായിട്ടോ താരീഫായിട്ടോ അല്ല. ഇത് മരണത്തിൻ്റെ അലാമത്താണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരി വളരെ വ്യക്തമാണ്. വദക്കറ ഷാഫിഈ വൽ അസ്ഹാബു ലിൽ മൗതി അലാമാത്തിൻ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി, ഇങ്ങനെ ഓരോ മദ്ഹബിലുള്ള പണ്ഡിതന്മാർ മൗത്തുൽ ഹഖീഖി, യഥാർത്ഥ മരണം അത് ഈ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാമെന്ന് മാത്രം, അല്ലാതെ മരണത്തെ ഹൃദയത്തിൻ്റെ മിടിപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നിർവചനം നടത്തുകയല്ല പണ്ഡിതന്മാർ ചെയ്തത്. മറിച്ച് ലഭ്യമായ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മരണത്തെ അവർ വിവരിക്കുകയാണ് ചെയ്തത്. റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട്
പണ്ഡിതന്മാർ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യശാസ്ത്ര ലോകത്തെ കണ്ടെത്തലുകളുടെ കൂടെ വെളിച്ചത്തിൽ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. വൈദ്യശാസ്ത്ര ലോകത്തുള്ള കണ്ടെത്തലുകൾ ഒരുപാടുണ്ട്. ഒരു സംഗതി, നമ്മൾ ഈ മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടാകാം. മരണത്തിൻ്റെ കാരണം അതിലൊരു ഘടകമാണ്. ചില കാരണങ്ങളിൽ മരണം സംഭവിക്കുമ്പം ശരീരത്തെ എത്ര കാലം വേണമെങ്കിലും, മാസങ്ങൾ വെച്ച സംഭവമുണ്ട്, വർഷങ്ങൾ വെച്ച സംഭവമുണ്ട്, നമുക്ക് ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടെ യാന്ത്രികമായിട്ട് ഹൃദയത്തിൻ്റെ മിടിപ്പും ആന്തരികമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കും. എന്നല്ല, ഈ വർഷം ഫെബ്രുവരി 20 ഫെബ്രുവരിയിൽ മരിച്ചൊരു സ്ത്രീ, പോർച്ചുഗലിലെ ലിസ്ബണിൽ മരിച്ചൊരു സ്ത്രീ ജൂണിലൊരു കുഞ്ഞിന് ജന്മം നൽകി. ആന്തരികമായി ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളം പറയാണ്. ഫെബ്രുവരിയിൽ മരിച്ചൊരു സ്ത്രീ, പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഫെബ്രുവരിയിൽ മരിച്ചൊരു സ്ത്രീ ജൂണിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് 4 മാസത്തിന് ശേഷം. 4 മാസമായിട്ട് യാന്ത്രികമായ ഹൃദയത്തിൻ്റെ മിടിപ്പും രക്തസഞ്ചാരവും മാത്രമേ ശരീരത്തിൽ നടക്കുന്നത്. ഈ സ്ത്രീയുടെ കുടുംബക്കാർ ഈ യുവതിയെ ഇത്തരം മെഷീനുകളിൽ, യന്ത്രങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുകയും അവരെ അതിൽ തന്നെയാണ് ആദ്യമുള്ളത്. കുഞ്ഞിന് ആരോഗ്യത്തോടുകൂടെ പുറത്തു വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഡോക്ടർമാരോട് നിർദ്ദേശിക്കുകയും ജൂണിൽ ആ സ്ത്രീയുടെ പ്രസവം നടന്ന വാർത്ത മലയാള വാർത്താ മാധ്യമങ്ങളിലടക്കം വന്നതാണ്. കുഞ്ഞിന് ഏകദേശം 2.25 കിലോ ഭാരമുണ്ട്. അത്യാവശ്യം പേരിന് ആരോഗ്യമുള്ള കുഞ്ഞ്, അതിനെ ഇനിയും നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആന്തരികമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ യാന്ത്രികമായിട്ട് നടക്കും. ഹൃദയത്തിൻ്റെ മിടിപ്പ്, രക്തസഞ്ചാരം, പ്രസവം വരെ നടന്നതായിട്ടാണ് അവസാനം വന്ന റിപ്പോർട്ടുകളിലുള്ളത്. ഇനി യന്ത്രങ്ങളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് 3-4 ദിവസം നീക്കാനുള്ള പ്രയാസം കൊണ്ട് ബന്ധുക്കൾ പലപ്പോഴും അത് വെക്കും. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ പ്രയാസവും ചെലവും ഇത് ചെയ്തിട്ട് ഫലമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അവസാനം അവർ തന്നെ സ്വന്തമായിട്ട് നീക്കം ചെയ്യുക. സ്വന്തമായിട്ട് നീക്കം ചെയ്യാതെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും ഈ രോഗികളെ ഈ രൂപത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്ര ലോകം ഇതിനെ മരണമായിട്ട് സ്ഥിരീകരിക്കുന്നത് കൊണ്ട് 1986 ഫിഖ് അക്കാഡമിയുടെ 2ാമത്തെ ആ സെമിനാറിൽ, അവരുടെ 3ാം വാർഷിക സെമിനാർ, മസ്തിഷ്ക മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ അവർ കൂടിയ ആ 2ാമത്തെ സെമിനാറിൽ അവർ തീരുമാനിച്ചത് മസ്തിഷ്ക മരണത്തെ മരണമായിട്ട് കാണാം എന്നുള്ളതാണ്. അവരുടെ പ്രസ്താവനയിൽ അവർ പറഞ്ഞു, രണ്ടാൾ ഒരു കാരണം കൊണ്ട്, അടയാളം കൊണ്ട് മരണം സ്ഥിരീകരിക്കാവുന്നതാണ്. ഒന്നാമത് ഹൃദയം പൂർണ്ണമായിട്ട് നിലക്കുക. രണ്ടാമതായിട്ട് യഖിഫ വലായിഫു ദിമാഗി തവഖുഫൻ താമൻ നിഹായിയൻ ഹൈസു ലാ റജഅത ഫീഹി. ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിലച്ചു പോയാൽ, ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം നിലച്ചു പോവുകയും വഅഖദ ദിമാഗു ഫി തഹല്ലുൽ, മസ്തിഷ്കത്തിൻ്റെ കോശങ്ങൾ അത് നശിക്കാൻ ആരംഭിക്കുകയും അത് നശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ മരണമായിട്ട് ഗണിക്കാവുന്നതാണ്. വ ഇൻകാനൽ അഅ്ലാഉ മിസ്ലുൽ ഖൽബി യഅമലു ആലിയൻ, ഹൃദയം പോലുള്ള ചില അവയവങ്ങൾ യാന്ത്രികമായിട്ട് പ്രവർത്തിച്ചാലും അതിനെ പരിഗണിക്കേണ്ടതില്ല. ചുരുക്കം ചില പണ്ഡിതന്മാരാണ് മുസ്ലിം ലോകത്ത് ഇതിന് എതിരായിട്ട് അന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ പല അഭിപ്രായങ്ങളും പിൽക്കാലത്ത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും അന്ന് ആ സംശയം പറഞ്ഞ ചെറിയൊരു ശതമാനം പണ്ഡിതന്മാരും അവിടെ ഇതിനെ മരണമായിട്ട് സ്ഥിരീകരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന അംഗീകരിച്ചൊരു കാര്യമാണ്, ഇത്തരം സാഹചര്യത്തിൽ രോഗിക്ക് ആ മെഷീൻ വെച്ചുകൊണ്ടുള്ള ചികിത്സ തുടരേണ്ട യാതൊരു ആവശ്യവുമില്ല. പലപ്പോഴും സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുടുംബക്കാർക്ക് വലിയ പ്രയാസമായിരിക്കും. കാരണം ഇന്ത്യയിലുള്ള ഒരു പ്രശ്നവും കൂടെ നമ്മളിതിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ നിയമപരമായി ഇതിൻ്റെ വശം വൈദ്യശാസ്ത്ര ലോകത്ത് അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് അത്യുന്നത വൈദ്യശാസ്ത്ര സമിതികൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മെഡിക്കൽ അസോസിയേഷനുകളും അതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. എന്നാൽ നിയമം ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ്. അമേരിക്കയിൽ തന്നെ പല സ്റ്റേറ്റുകളിലും ഇടക്കാലത്ത് ചില സ്റ്റേറ്റുകളിൽ മസ്തിഷ്ക മരണത്തെ നിയമപരമായിട്ട് മരണമായിട്ട് കണ്ടു, ചില സ്റ്റേറ്റുകളിൽ മസ്തിഷ്ക മരണത്തെ മരണമായിട്ട് കണ്ടില്ല. ഇന്ത്യയിൽ വളരെ വൈകിട്ടാണ് 1994 അവയവദാനവുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് പാസ്സാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻറ്റിൽ മസ്തിഷ്ക മരണത്തെക്കുറിച്ചുള്ള അതിനെ മരണമായിട്ട് നിയമപരമായി മരണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ആക്ട് പാസ്സാക്കിയത്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്, അവയവദാനത്തിൻ്റെ ഒരു ആക്ട്, അതുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുന്ന കൂട്ടത്തിൽ അവയവദാനം നടത്തണമെങ്കിൽ നേരത്തെ ആദ്യത്തെ ദർസിലൂടെ പറയപ്പെട്ടു, പല അവയവങ്ങളും അടുത്ത രോഗിയിലേക്ക്
മാറ്റിവെക്കാൻ യോഗ്യമായ നിലയിൽ എടുക്കണമെങ്കിൽ ഓരോ അവയവങ്ങൾക്കും ഓരോ കണക്കുണ്ട്. ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര മിനിറ്റിനുള്ളിൽ അത് എടുത്തിരിക്കണം. അപ്പം അതിന് ശരീരത്തിലുള്ള ഈ ആന്തരികമായ ചില പ്രവർത്തനങ്ങളെ യാന്ത്രികമായിട്ട് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ആ പ്രവർത്തനം നടന്നാലേ മാറ്റിവെക്കാൻ യോഗ്യമായ രൂപത്തിൽ ആ അവയവങ്ങളെ എടുക്കാൻ സാധിക്കും. ഇപ്പം അവയവദാനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുന്നതിനിടയിൽ അവയവദാനം നടത്താൻ മസ്തിഷ്ക മരണം നടന്ന രോഗിയെ ഇത്തരം വെന്റിലേഷൻ്റെ ഉപകരണങ്ങളിൽ നിർത്തേണ്ടത് ആവശ്യമായിട്ട് വന്നപ്പോൾ ആ ഒരു ഘട്ടത്തെക്കുറിച്ച് അതിൻ്റെ നിയമവശത്തെക്കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യേണ്ടി വന്നു. അങ്ങനെ മസ്തിഷ്ക മരണം യഥാർത്ഥമായിട്ട് ഉള്ള മരണത്തിൻ്റെ രണ്ട് നിർവചനങ്ങൾ, ഒന്നുകിൽ ഹൃദയം നിലക്കുക, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ സിസേഷൻ ഓഫ് ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം നിലച്ചു പോകുന്നത് മരണമായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് 1994 ജൂലൈയിൽ ഇന്ത്യയിൽ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ഇവിടെയുള്ള ഫെഡറൽ സംവിധാനം നമുക്കറിയാം. ഇവിടെ സെൻറ്ററിന് അതിൻ്റേതായ അധികാര പരിധിയുണ്ട്, സ്റ്റേറ്റുകൾക്ക് അതിൻ്റേതായ അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലും ഹിമാചൽ പ്രദേശിലും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗോവയിലുമാണ് പ്രാഥമികമായിട്ട് ഈ നിയമം നടപ്പിലാക്കിയത്. പല സംസ്ഥാനങ്ങളിലും പിന്നീടുള്ള സന്ദർഭങ്ങളിൽ എന്തൊക്കെ നിയമനിർമ്മാണങ്ങൾ നടന്നു എന്നുള്ളത് അതിൻ്റെ വിദഗ്ധരോട് ചോദിക്കേണ്ടി വരും. ഒന്ന്, നിയമപരമായിട്ട് അതിനെ മരണമായിട്ട് അംഗീകരിച്ചത് വളരെ താമസിച്ചാണ്. രണ്ടാമത്തെ സംഗതി, ഇത് സംബന്ധമായിട്ടുള്ള പൊതുബോധം ആളുകൾക്ക് കുറവാണ്. മൂന്നാമതായി, ഈ വിഷയത്തെ ആളുകൾ വിവേകപരമായി സമീപിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈകാരികമായിട്ടാണ് സമീപിക്കുക. കാരണം സ്വന്തം ഇഷ്ടപ്പെട്ട ആൾ മുന്നിൽ ശ്വസിക്കുന്നതായിട്ടും വയറൊക്കെ ചലിക്കുന്നതായിട്ടും കാണാണ്. ആ സമയത്ത് ഡോക്ടർ ഇത് നീക്കട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബന്ധുവിനെ മരിക്കാൻ കൊടുക്കുന്നത് പോലെയാണ് തോന്നുക. വിവേകപരമായിട്ട് അതിനെ സമീപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് എത്ര കാലം വരെ ഇങ്ങനെ പോകും എന്ന് ചിന്തിക്കാനൊന്നും ആ സമയത്ത് സാധിക്കണമെന്നില്ല. എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്ന ആഗ്രഹത്തിൽ പലപ്പോഴും വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങൾ നീക്കം ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ ഒരു കാരണം, നിയമപരമായിട്ട് ഇത് പ്രഖ്യാപിക്കാൻ, ഡിക്ലെയർ ചെയ്യാൻ വലിയ തടസ്സങ്ങൾ ഇന്ത്യയിലുണ്ട്. തടസ്സങ്ങൾ എന്നല്ല, അതിൽ ചില നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മത കുറവ് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ അതോറിറ്റി ഉണ്ട്. അവർക്ക് മാത്രമേ മസ്തിഷ്ക മരണം നടന്നു എന്ന് കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. മസ്തിഷ്ക മരണം നടന്നാലും അതൊന്ന് വാമൊഴിയായിട്ട് പറയാൻ തയ്യാറായാലും അത് ശരിയായിട്ട് പ്രഖ്യാപിച്ച് നമുക്കൊരു ഡിക്ലറേഷൻ തരുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. കാരണം അതിൻ്റെ നടപടിക്രമങ്ങൾ സൂക്ഷിക്കണം. എന്തെങ്കിലും അപാകത വരികയും കുടുംബക്കാർക്കിടയിൽ എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടാവുകയും പല പ്രശ്നങ്ങളുണ്ടാകും. സ്വത്തുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു മുഖ്യമന്ത്രി മരിച്ച സമയത്ത് ഇന്നയാളാണ് കൊന്നതെന്ന് പറഞ്ഞ് ധാരാളം ഫീച്ചറുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്ന ഫീച്ചറുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ആരോപണങ്ങളും കലഹങ്ങളും കേസുകളൊക്കെ ആയിട്ട് കുടുംബക്കാർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് കുടുങ്ങാൻ കഴിയില്ല. അതിന് തലവെക്കണം. അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയം ബന്ധുക്കൾക്ക് വിടുകയാണ് ചെയ്യുക. നീക്കം ചെയ്യണോ വേണ്ടേന്ന് അവർ ബന്ധുക്കളോട് ചോദിക്കും. ബന്ധുക്കളാകട്ടെ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി ഒന്നുകിൽ അറിവില്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ അവർ നോക്കുമ്പം ചലിക്കുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്, വയറൊക്കെ അനങ്ങുന്നുണ്ട്, രക്തം സഞ്ചരിക്കുന്നുണ്ട്, ശരീരം തണുത്തിട്ടില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇതിനെ നീക്കാൻ പ്രയാസപ്പെടും. അങ്ങനെ സാധാരണ സംഭവിക്കുന്നത് 3-4 ദിവസം വെയിറ്റ് ചെയ്യും. അവസാനം അവർ പോയിട്ട് മെല്ലെ പറയും, എന്നാൽ നീക്കിക്കൊള്ളാൻ പറയും. അപ്പോൾ ഇത് 4 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1-ാം ദിവസം ചെയ്യുന്നതിൻ്റെ വിധിയും 4-ാം ദിവസം ചെയ്യുന്നതിൻ്റെ വിധിയും ഒന്ന് തന്നെയാണ്. 1-ാം ദിവസം ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ 4-ാമത്തെ ദിവസവും സാധാരണ രീതിയിൽ സംഭവിക്കാം. പറഞ്ഞ ഇൻഫെക്ഷനുള്ള മരുന്ന് കൂടെ കൊടുത്താൽ ആ ശരീരത്തെ റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ നന്നായിട്ട് നിലനിർത്തി ശരീരഭാഗങ്ങളെ സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ മാസങ്ങൾ നിലനിൽക്കുന്നു. മാത്രമല്ല, പ്രസവിച്ച സംഭവം നടന്നു വർഷങ്ങൾ നിലനിൽക്കും എന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിലുള്ള നഷ്ടം, അധ്വാന നഷ്ടം, മനപ്രയാസം, ഭീമമായ സാമ്പത്തിക നഷ്ടം, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളാണ് രോഗിയുടെ ആശ്രിതർക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഇത് പറയുന്നതിൽ ഡോക്ടർമാർക്ക് ഉണ്ടാകുന്ന തടസ്സം ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഡോക്ടർമാർ ഇത് ഡിക്ലെയർ ചെയ്യാൻ മടിക്കും. നമ്മൾ വിശദമായിട്ട് ചോദിച്ചാൽ അവർ സംഗതി പറഞ്ഞു തരികയും ചെയ്യും. അതിന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രായോഗികമായൊരു സംഗതി, ഡോക്ടർമാർ ഇതിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. അവരുടെ സാങ്കേതിക പദങ്ങളും ഭാഷയും ഒക്കെ ആഴമുള്ളതാണ്. നമ്മൾ ചോദിക്കുമ്പം വിശദമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാകണം എന്നില്ല അവർ. അതുകൊണ്ട് നമ്മൾ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ സഹായത്തോടു കൂടെ മരണപ്പെട്ട വ്യക്തിയുടെ അല്ലെങ്കിൽ രോഗിയായ വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള അവസ്ഥകൾ അന്വേഷിച്ച് മസ്തിഷ്ക മരണം പൂർണ്ണമായിട്ടും നടന്നു, തവക്കുഫൻ താമൻ നിഹായിയൻ ഹൈസു ലാ റജഅത ഫീഹി, ഇർറിവേഴ്സിബിൾ, ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലക്കുകയും മസ്തിഷ്കത്തിൻ്റെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങുകയും ഒരു പ്രതികരണവും ഇല്ലാതായ ഒരു സാഹചര്യം വരികയും ചെയ്താൽ നമുക്ക് ആ ഉപകരണങ്ങൾ നീക്കാവുന്നതാണ്. മനപ്രയാസം, ശാരീരികമായ നഷ്ടം,
ലക്ഷക്കണക്കിന് രൂപയുടെ അനാവശ്യമായിട്ടുള്ള ചെലവിൽ നിന്നും ഒഴിവായി അത് ആ മയ്യത്തിന് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, ഡോക്ടർമാർ ചില സമയങ്ങളിൽ രോഗികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി ഈ ഉപകരണത്തിൽ രോഗികളെ വെച്ചിരിക്കാൻ ഒരു കാരണം, ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള ഉപകരണങ്ങളാണ്, 10,000-കണക്കിന് രൂപ അതിന് ദിവസത്തിൽ വാടകയുണ്ട്. അപ്പം ആവശ്യത്തിന് ആളുകളെ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈദ്യശാസ്ത്ര രംഗം വളരെ വൾഗറായിട്ടുള്ള ബിസിനസ്സായി മാറി ചില സ്ഥലങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അവിടെ ഒരുപക്ഷെ രോഗികളെ കബളിപ്പിച്ചുകൊണ്ട് അനാവശ്യമായിട്ട് ഈ ഉപകരണങ്ങളിൽ രോഗിയെ വെക്കേണ്ടത് അവരുടെ ബിസിനസ് പരമായ ലോണ് തിരിച്ചടക്കാനും പൈസ തിരിച്ചു കൊടുക്കാനൊക്കെ ഉള്ള അവരുടെ ഒരു ആവശ്യമായി അങ്ങനെയും ഒരുപക്ഷെ രോഗിയെ അതിൽ തന്നെ വെച്ചേക്കാം. പലപ്പോഴും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ബന്ധുക്കളോ ആശ്രിതരോ ആരെങ്കിലും ഇതിൽ സംശയം പറയുകയും ഇതിനൊരു കേസാക്കി മാറ്റുകയും ചെയ്താൽ ബ്രെയിൻ ഡെത്തിനെ നിയമപരമായിട്ട് ഇവിടെ മരണമായിട്ട് അംഗീകരിക്കുന്ന ആക്ട് 94 പാസ്സാക്കിയെങ്കിലും അതിൻ്റെ ഡിക്ലറേഷൻ, അത് പ്രഖ്യാപിക്കുന്നതിൽ പാലിക്കേണ്ട, ടെസ്റ്റുകളിൽ പാലിക്കേണ്ട സൂക്ഷ്മത, അത് പറയുന്നതിൽ പാലിക്കേണ്ട സൂക്ഷ്മത ഒരു വലിയ കടമ്പയായിട്ട് മാറുമ്പം അത് ഡിക്ലെയർ ചെയ്യാൻ താമസമുണ്ടാവുകയും രോഗിയുടെ ആശ്രിതർ കണ്ട് മനസ്സിലാക്കിയും ചോദിച്ചറിഞ്ഞും കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യും. ഒരുപക്ഷെ ഇനിയും 1986 ഈ വിഷയം തീരുമാനമായെങ്കിലും ഇനിയും ഫിഖ്ഹാണ്, ഗവേഷണപരമായ വിഷയമാണ്. പല മദ്ഹബുകളിലും പല ഉസൂലുകളും ഫുറൂകളൊക്കെ ഉണ്ടാകും. ഇതിൽ ഇനിയും പഠനത്തിനും സംശയങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. അല്ലാഹു തആല നമുക്ക് ആ വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ, ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തിയെന്ന് മാത്രം. ഈ വിഷയങ്ങൾ പരിശോധിക്കാം. മജല്ലത്ത് മജ്മഅൽ ഫിഖ്ഹിൽ ഇസ്ലാമി അവരുടെ 2-3 വോള്യങ്ങളിൽ അവരുടെ 85, 86 സെമിനാറുകളുടെ 86 ജോർദാനിൽ നടന്ന സെമിനാറിലാണ് ഞാൻ നേരത്തെ വായിച്ച പ്രസ്താവന അവരിറക്കിയത്. അതുപോലെ തന്നെ സുന്നി ലോകത്തുള്ള, മുസ്ലിം ലോകത്തുള്ള മറ്റ് ഉന്നതരായ പണ്ഡിതന്മാരുടെ ഫത്വകൾ ഈ വിഷയത്തിൽ വായിക്കാം, അവരുടെ റിപ്പോർട്ടുകൾ വായിക്കാം, ഡോക്ടർമാരുടെ വിവരണങ്ങൾ. പിന്നെ ഇന്ത്യയിലുള്ള നിയമപരമായൊരു സാഹചര്യം ഞാൻ പറഞ്ഞു. കാരണം ഇത് പറയുന്നതിനും ഡോക്ടർമാർ മടിക്കുന്നൊരു സാഹചര്യവും അതിനുള്ള ഒന്ന് നിയമപരമായ വശം, ഒരുപക്ഷെ ചില സമയങ്ങളിൽ ബിസിനസ്സിൻ്റെ ആവശ്യം. അപ്പോൾ അത് കാരണം പലപ്പോഴും ആശ്രിതർ പ്രയാസപ്പെടും ഈ ഉപകരണം നീക്കം ചെയ്യാൻ ഡോക്ടർമാർക്കും പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ആശ്രിതരെ ഏൽപ്പിക്കുന്നത്. ആശ്രിതരാകട്ടെ നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളുടെ പേരിൽ അത് നീക്കം ചെയ്യാൻ പ്രയാസപ്പെടും. പിന്നെ അവസാനം ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാകും ഇതിങ്ങനെ എത്ര കാലം പോകും എന്നറിയില്ല എന്ന് കരുതി അത് നീക്കം ചെയ്യുകയും ചെയ്യും. എങ്കിലത് ആദ്യമേ ഈ അവസ്ഥ മനസ്സിലാക്കി നീക്കം ചെയ്യാൻ അനുവാദമുണ്ട്. ഇതിനെ മരണമായിട്ട് സ്ഥിരീകരിക്കുന്നതിൽ അമാന്തിച്ച് നിന്നവർ നേരത്തെ പറഞ്ഞ കായിദകളുടെ, നമ്മുടെ അബ്ദുൽ ഹമീദ് ഉസ്താദ് പറഞ്ഞ കായിദകൾ, അൽ യഖീനു ലാ യുസാലു ബിശക്ക്, ഒരു വ്യക്തി ജീവിച്ചു വരികയാണ്, അപ്പോൾ മരിച്ചു എന്ന് പറയാൻ ഇതുപോലുള്ള അലാമത്തുകളോ ടെസ്റ്റുകളോ പോരാ, യഖീന് വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംശയം പ്രകടിപ്പിച്ച പണ്ഡിതന്മാരത് പ്രകടിപ്പിച്ചത്. അവരും മരണമാണെന്ന് സ്ഥിരീകരിച്ച മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും ഒക്കെ ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ളൊരു സംഗതി, ആ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഹൃദയത്തിൻ്റെ യാന്ത്രികമായ പ്രവർത്തനം, യാന്ത്രികമായ രക്തസഞ്ചാരം, മറ്റു ആന്തരികമായ പ്രവർത്തനങ്ങൾ, തലച്ചോർ അറിയാത്ത പ്രവർത്തനങ്ങളെ നിലനിർത്തുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ അവസാനമായിട്ട് ഒരു പോയിന്റ്, മനുഷ്യൻ്റെ ജന്മം തുടങ്ങിയ ഘട്ടങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഘട്ടങ്ങളുടെ സ്ഥിതി മനസ്സിലാകും. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിക്കുമ്പം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ആരംഭിക്കുന്നുണ്ട്. 4 മാസത്തിലാണ് റൂഹ് ഊതുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. 4 മാസത്തിലാണ് ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാകുന്നത്, ജീവിതം കിട്ടുന്നത്, റൂഹ് ഉണ്ടാകുന്നത്. അതിന് മുമ്പും ശരീരത്തിൽ നിന്നും ഭക്ഷണം കുഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്, അതിന് മുമ്പും ഹൃദയം മിടിക്കുന്നുണ്ട്, അതിന് മുമ്പും കുഞ്ഞ് വളരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്, വലാ ഹാജത ലഹു ഹീന ഇദിൻ ഇലാ ഹിസ്സിൻ വലാ ഹറക്കത്തിൻ ഇറാദിയ, ഗർഭസ്ഥ ശിശുവിന് ആ സമയത്ത് സെൻസിൻ്റെ, ഹിസ്സിൻ്റെ, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിൻ്റെ, വലാ ഹർക്കത്തിൻ ഇറാദിയ, അറിഞ്ഞുകൊണ്ടുള്ള ചലനത്തിൻ്റെ ആവശ്യമില്ല. അറിഞ്ഞുകൊണ്ടുള്ള ചലനമില്ല. ചലനങ്ങളുണ്ട്, വളർച്ചയുണ്ട്, ഇഗ്തിദ ഉണ്ട്, ആഹാരം കിട്ടുന്നുണ്ട്, വളരുന്നുണ്ട്. പക്ഷെ അത് ജീവൻ്റെ അടയാളമല്ല, അതിൽ ഹിസ്സില്ല, ഹർക്കത്തുൻ ഇറാദിയത്തുനില്ല. 4 മാസം മുമ്പുള്ള ആ സാഹചര്യം ലിഅന്നഹു ഹീന ഇദിൻ ബി മൻസിലത്തിൻ നബാത്ത്, സസ്യങ്ങളെ പോലെയാണ്. സസ്യങ്ങൾക്കും ആഹാരം കിട്ടുന്നുണ്ട്, സസ്യങ്ങൾ വളരുന്നുണ്ട്, സസ്യങ്ങൾ ചലിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഹിസ്സില്ല, ഹർക്കത്തുൻ ഇറാദിയയില്ല. അപ്പോൾ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ സൃഷ്ടിപ്പിനെ 3 ഘട്ടങ്ങളായിട്ടാണ് സാധാരണ തിരിക്കാറുള്ളത്. ട്രൈമെസ്റ്ററുകൾ, 3 ത്രൈമാസങ്ങൾ. ആദ്യ ത്രൈമാസം, 2ാം ത്രൈമാസം, 3ാം ത്രൈമാസം. തലച്ചോറിൻ്റെ സൃഷ്ടിപ്പ് പൂർണ്ണമാകുന്നതും തലച്ചോറ് നിയന്ത്രിക്കുന്ന രൂപത്തിൽ ഹൃദയം മിടിക്കുന്നതും ആന്തരിക പ്രവർത്തനങ്ങൾ നടക്കുന്നതും
കുഞ്ഞിന് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള ചലനം കുഞ്ഞിൽ നിന്നുണ്ടാകുന്നതും കൃഷ്ണമണികൾ ചലിക്കുന്നതും കാലുകൊണ്ട് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ചവിട്ടുന്നതുമൊക്കെ ഈ 4 മാസത്തിന് ശേഷമാണ്. അപ്പം അതിനു മുമ്പുള്ള ജീവിതം ചെടികളുടെ ജീവനോട് സാദൃശ്യമുള്ള ജീവനും അതിനുശേഷമാണ് മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഹിസ്സും ഹർക്കത്തുൻ ഇറാദിയത്തിനും ഉള്ള ജീവിതം മനുഷ്യന് കിട്ടുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് റൂഹ് നമ്മൾ ഊതുന്നു എന്ന് വിശ്വസിക്കുന്ന 4 മാസത്തിന് മുമ്പ് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മരണത്തെ നിർണ്ണയിക്കുന്നതിലും നമുക്ക് ആ ഒരു സൃഷ്ടിപ്പിലുള്ള തുടക്കത്തിലുള്ള അവസ്ഥകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഫുഖഹാ പറഞ്ഞിട്ടുള്ള ഈ വിവരണം ശരിയാണെന്ന് മനസ്സിലാക്കാം. എതിരഭിപ്രായമുള്ളവർക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാം, പഠിക്കാം. ആ എതിരഭിപ്രായം പറയുന്നവരും ഈ ഉപകരണങ്ങളിൽ ഇനി രോഗിയെ വെക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അല്ലാഹു തആല നമുക്ക് നമ്മുടെ ദീൻ ശരിയായിട്ട് മനസ്സിലാക്കാനും മുസ്ലിമീങ്ങൾക്ക് പൊതുവായ പല കാര്യങ്ങളെപ്പറ്റിയും ആളുകൾ അജ്ഞതയിലാണ്. ഷെയ്ത്താൻ കൊണ്ടുവന്നിട്ടിരിക്കുന്ന പല വിഷയങ്ങളിലും പെട്ട് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള പല വിഷയങ്ങളും ഇപ്പോൾ നമുക്കറിയാം. ശരീഅത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും ആവശ്യം മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കലാണ്. സ്ത്രീകളെ എങ്ങനെയാണ് ഒരു സന്നിഗ്ധ സാഹചര്യം വന്നാൽ തൻ്റെ ഭാര്യയെ തലാക്ക് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തതിൻ്റെ പേരിൽ പല അറിവില്ലായ്മകളും പിന്നെ അതിൻ്റെ പേരിലുള്ള ഖേദവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. അല്ലാഹു തആല നമുക്ക് ദീനിനെ നന്നായി മനസ്സിലാക്കാനും ദീനിൻ്റെ മുൻഗണനാക്രമം പാലിച്ചുകൊണ്ട് ആളുകൾക്ക് ഉപകാരമായ അറിവുകൾ എത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.